Hello, my dear students. Welcome back to English class. We are moving on to the next lesson. Nobody wants any clue about the person who is being called the god of cricket. Yes, my dears, it is Sachin Ramesh Tendulkar. He was born on 24th April 1974 in Mumbai. He is the only player to have scored 100 international centuries. He is the only player to complete more than 30,000 runs in international cricket. He received Arjuna Award, Ghel Ratna Award, Padma Shri and Padma Vibhushan. He was awarded the Bharat Ratna, India's highest civilian award, on 16th November 2013. He has achieved the greatest heights in his life, but still is a simple down-to-earth person. Once Matthew Hayden, the famous Australian cricketer, said about Sachin, "I have seen God. He bats number 4 for India in Tests." Sachin's autobiography is Playing It My Way. On the day of release, before the sale began, 150,000 copies of his book had already been pre-ordered. That was a Limca Book of Record. My dear students, our next lesson, Learning the Game, is an extract from his autobiography, Playing It My Way. ലേണിംഗ് ദി ഗെയിം എന്ന അടുത്ത പാഠഭാഗം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. നോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ലെസൺ. ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. വളരെ ചെറുപ്പത്തിലേ ഞാൻ എൻ്റെ കോളനിയിലെ സുഹൃത്തുക്കളോടൊത്ത് ടെന്നീസ് ബോൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ അവർ ഗെയിംസ് I often tried to emulate the mannerisms of my favorite players Sunil Gavaskar and the West Indian legend Viv Richards. എനിക്ക് ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കളിയിൽ എൻ്റെ ഇഷ്ടപ്പെട്ട കളിക്കാരനായ സുനിൽ ഗവാസ്കറുടെയും വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസ താരമായ വിവ് റിച്ചാർഡ്സിൻ്റെയും ശൈലികൾ ഞാൻ അനുകരിക്കുമായിരുന്നു. ഇമ്യുലേറ്റ് മീൻസ് ടു ഇമിറ്റേറ്റ്, അനുകരിക്കുക. ബട്ട് ഇറ്റ് വാസ് ഇൻ ജസ്റ്റ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ബാറ്റ്സ്മാൻമാരെ മാത്രമല്ല ഞാൻ പഠനവിധേയമാക്കിയത്. ഐ ഓൾസോ ലവ്ഡ് ബോളിംഗ്. എനിക്ക് ബോളിങ്ങും ഇഷ്ടമായിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ആക്ച്വലി ബോൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. എൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലുടനീളം പരിശീലനം ചെയ്യുന്ന നെറ്റിൻ്റെ കോർട്ടിൽ ഞാൻ ധാരാളം ബോൾ ചെയ്തിട്ടുണ്ട്. ഐ വാസ് ദെൻ സ്റ്റഡിയിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ. ആ കാലത്ത് ഞാൻ മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ബട്ട് മൈ ബ്രദർ അജിത് നോ ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, ശാരദാശ്രം വിദ്യാമന്ദിർ വേർ രമാകാന്ത് അജ്രേക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. രമാകാന്ത് അജ്രേക്കർ സാർ ക്രിക്കറ്റ് കോച്ചായി ജോലി ചെയ്തിരുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന സ്കൂളായിരുന്നു മുംബൈയിൽ താരതമ്യേന ക്രിക്കറ്റിന് പ്രാധാന്യം നൽകിയിരുന്ന സ്കൂൾ എന്ന് എൻ്റെ സഹോദരൻ അജിത്തിന് അറിയാമായിരുന്നു. ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു. അദ്ദേഹം ക്രിക്കറ്റ് പരിശീലിപ്പിക്കുന്നതിനുള്ള വേനൽക്കാല ക്യാമ്പുകളും നടത്തിയിരുന്നു. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. ഒരു ദിവസം അജിത്ത് എന്നെ സാറിൻ്റെ കീഴിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. എനി വൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്, ബട്ട് ഇറ്റ് വാസ് അപ് ടു സാർ ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. ഒരു പരീക്ഷണത്തിന് വേണ്ടി ആർക്ക് വേണമെങ്കിലും ക്യാമ്പിൽ വരാം, പക്ഷേ ആരെ സ്വീകരിക്കണമെന്നത് സാറിൻ്റെ തീരുമാനമായിരിക്കും. ഐ വാസ് 11 years old then. എനിക്കപ്പോൾ 11 വയസ്സ് പ്രായമായിരുന്നു. അജ്രേക്കർ സാർ, as I referred to him, started playing cricket at the age of 11 in 1943, which is the age I was when I went to him for the first time. അജ്രേക്കർ സാർ എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിക്കാറ്. സാറും 1943 അദ്ദേഹത്തിൻ്റെ 11ാം വയസ്സിലായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. അതേ പ്രായത്തിലാണ് ഞാനും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആദ്യമായി പോകുന്നത്. ഐ ഹാഡ് നെവർ ബാറ്റഡ് ഇൻ ദ നെറ്റ്സ് ബിഫോർ ആൻഡ് ഫെൽറ്റ് സംവാട്ട് ഓവർഏവ്ഡ് വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട്. ഞാൻ അതിനു മുമ്പ് ഇതുവരെ നെറ്റിനകത്ത് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേരുടെ മുമ്പിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ ഭയഭക്തിയാൽ കീഴ്പ്പെട്ട ഒരു അവസ്ഥയിലായി. ഓവർഏവ്ഡ് ഹിയർ മീൻസ് ഓവർഏവ്ഡ് ഫ്രൈറ്റൻ, ഭയപ്പെട്ടു പോകുക. വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. എന്നോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒട്ടും സുഖകരമായ ഒരു അവസ്ഥയിലായിരുന്നില്ല. വിത്ത് സർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽഡ് ടു മേക്ക് എൻ ഇമ്പാക്റ്റ്.
സാർ എന്നെ അടുത്തുനിന്ന് അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് കാര്യമായ ഒരു പ്രകടനവും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സർ കോൾ അജിത്ത് aside and informed him that I was perhaps too young to make the camp and suggested that he should bring me back when I was little older. എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രായമായില്ല, അല്പം കൂടി മുതിർന്നതിനു ശേഷം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് അജിത്തിനെ അരികിൽ വിളിച്ചുകൊണ്ട് സാർ നിർദ്ദേശിച്ചു. My induction into the Mumbai cricket circuit could have been ended in failure, but for Ajit's insistence. അജിത്തിൻ്റെ ശക്തമായ പിടിവാശി പോലെയുള്ള നിലപാട് ഇല്ലായിരുന്നെങ്കിൽ മുംബൈ ക്രിക്കറ്റ് മണ്ഡലത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവ് പരാജയത്തിൽ കലാശിക്കുമായിരുന്നു. ഇൻഡക്ഷൻ ഹിയർ മീൻസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് സംബഡി, പ്രവേശിപ്പിക്കുക. Having seen me play in the colony, Ajit knew I was capable of performing far better than I had done in front of Ajrekar sir. കോളനിയിൽ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അജിത്തിനറിയാമായിരുന്നു അജിരേക്കർ സാറിൻ്റെ മുമ്പിൽ ഞാൻ കളിച്ചതിനേക്കാൾ എത്രയോ നന്നായി എനിക്ക് കളിക്കാൻ കഴിയുമെന്ന്. He explained that I was nervous and asked sir to give one more opportunity. ഞാൻ മാനസികമായി അസ്വസ്ഥനായിരിക്കുകയാണെന്നും ഒരു അവസരം കൂടി എനിക്ക് നൽകണമെന്നും അജിത്ത് സാറിനോട് ആവശ്യപ്പെട്ടു. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. രണ്ടാമതൊരു അവസരം കൊടുക്കുമ്പോൾ സാർ അവിടെ വിട്ടു പോവുകയാണെന്ന് നടിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഞാൻ ബാറ്റ് ചെയ്യുന്നത് നിരീക്ഷിക്കണമെന്നും അജിത്ത് നിർദ്ദേശിച്ചു. സർ അഗ്രീഡ്. ബിഫോർ ലോങ് I was asked to bat again and, without sir's trained eyes scrutinizing me, or so I thought, I felt more at ease and soon started to hit the ball well. സർ അത് അംഗീകരിച്ചു. കൂടുതൽ വൈകാതെ തന്നെ എന്നോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാറിൻ്റെ പരീക്ഷിക്കുന്ന ആ നോട്ടം എൻ്റെ മേൽ ഇല്ലായിരുന്നതുകൊണ്ടോ എന്തോ അപ്പോൾ എനിക്ക് നല്ല മാനസിക സമാധാനം തോന്നി. ഞാൻ നന്നായി പന്തടിച്ചു തുടങ്ങി. സ്ക്രൂട്ടനൈസ് മീൻസ് ടു എക്സാമിൻ സംതിങ് കെയർഫുള്ളി, സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ദിസ് ടൈം സർ അഗ്രീഡ് ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. ഈ പ്രാവശ്യം എന്നെ ക്യാമ്പിൽ ചേർക്കുന്നതിനോട് സാർ യോജിച്ചു. I was delighted and I must say it was an opportunity that transformed my life. ഞാൻ വളരെ സന്തുഷ്ടനായി. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അവസരമായിരുന്നു അതെന്ന് പറഞ്ഞേ പറ്റൂ. The camp involved a session every morning and evening at ശിവാജി പാർക്ക്. രാവിലെയും വൈകുന്നേരവും 2 സെഷനുകൾ അടങ്ങുന്നതായിരുന്നു ശിവാജി പാർക്കിലെ ക്യാമ്പ്. I would practice between 7:30 AM and 10:30 AM in the morning. ഞാൻ രാവിലെ 7:30-നും 10:30-നും ഇടയ്ക്കുള്ള സമയം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. Then I would come back in the afternoon and practice till late evening. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് വൈകുന്നേരം ദീർഘമായി ഞാൻ പരിശീലിക്കുമായിരുന്നു. The schedule was rigorous and I would be exhausted by the end of the day. പരിശീലനക്രമം നല്ല അധ്വാനമുള്ളതും കഠിനവുമായിരുന്നു. ഓരോ പകൽ അവസാനിക്കുമ്പോഴും ഞാൻ നല്ലവണ്ണം തളർന്നിട്ടുണ്ടാകും. Rigorous means careful, thorough and exact. കഠിനമായിട്ടുള്ളത്. Traveling to Shivaji Park took 40 minutes from my house in Badra and I had to catch an early morning bus to make it on time. ബാദ്രയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ശിവാജി പാർക്കിലെത്താൻ 40 മിനിറ്റ് സമയമെടുക്കും. കൃത്യസമയത്ത് അവിടെ എത്താൻ അതിരാവിലെയുള്ള ബസ്സിൽ എനിക്ക് പോകേണ്ടി വന്നിരുന്നു. For the first few days, Ajit accompanied me to get me used to the routine. ആ ദിനചര്യയുമായി പരിചിതമാകും വരെ ആദ്യ നാളുകളിൽ അജിത്ത് എൻ്റെ കൂടെ വരുമായിരുന്നു. During the bus journeys, he would talk to me about the nuances of batting and I enjoyed these conversations a lot. ബസ് യാത്രാവേളയിൽ ബാറ്റിംഗ് സംബന്ധിച്ച വിശദീകരണങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും അജിത്ത് സംസാരിക്കുമായിരുന്നു. അത്തരം സംഭാഷണങ്ങൾ ഞാൻ എപ്പോഴും ആസ്വദിച്ചിരുന്നു. ന്യൂവൻസസ് മീൻസ് വെരി സ്ലൈറ്റ് ഡിഫറൻസസ്, സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ. In fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. ബാറ്റിങ്ങിനെ സംബന്ധിച്ച ചില ചിന്തകളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു നോട്ട്ബുക്ക് അജിത്ത് എനിക്ക് നൽകിയിരുന്നു. അത് എൻ്റെ ക്രിക്കറ്റ് കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു. ഇറ്റ് സർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അതെൻ്റെ ഒരു സ്വകാര്യ പരിശീലന കൈപ്പുസ്തകം പോലെയായിരുന്നു. As a child, I had only one set of cricket clothes,
and the routine was to wash them as soon as I had returned from the morning session. ഒരു കുട്ടിയെന്ന നിലയിൽ എനിക്കൊരു സെറ്റ് ക്രിക്കറ്റ് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ പരിശീലനം കഴിഞ്ഞാൽ അത് കഴുകിയിടുക എന്നത് ഒരു പതിവ് പണിയായിരുന്നു. While I had my lunch, the clothes would dry out in the sun and I would wear them again in the afternoon. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴേക്കും വസ്ത്രം വെയിലിൽ ഉണങ്ങും. പിന്നീട് ഞാൻ അത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശീലനത്തിന് വേണ്ടി ധരിക്കും. The pattern was repeated in the evening so that I could use the same set of clothes the following morning. ഇതേ രീതിയിൽ തന്നെ വൈകുന്നേരത്തിലും തുടർന്നതിനാൽ പിറ്റേന്ന് പുലർച്ചെ ഇതേ ഡ്രസ്സ് തന്നെ ധരിക്കാനും എനിക്ക് സാധിക്കുമായിരുന്നു. The system worked well apart from my pockets. ഈ രീതി നന്നായി പ്രാവർത്തികമായി പോയി, എൻ്റെ പോക്കറ്റിൻ്റെ കാര്യമൊഴിച്ച്. There was never quite enough time for my pocket to dry out completely, and for the entire duration of the camp I played with wet pockets. പോക്കറ്റ് പൂർണ്ണമായി ഉണങ്ങിക്കിട്ടാൻ വേണ്ടത്ര സമയം എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പ് സമയം മുഴുവനും നനഞ്ഞ പോക്കറ്റുമായി ഞാൻ കളിച്ചു. By the middle of the summer camp, sir had started taking an active interest in my batting, and at the end of the 2 months, informed Ajit that I had the potential to be a good cricketer if I practiced all year round. സമ്മർ ക്യാമ്പിൻ്റെ പകുതിയായപ്പോൾ സാർ എൻ്റെ ബാറ്റിങ്ങിൽ പ്രത്യേക ശ്രദ്ധയെടുത്തു. 2 മാസം പൂർത്തിയായപ്പോൾ സാർ അജിത്തിനോട് പറഞ്ഞു, 1 വർഷം മുഴുവൻ ഞാൻ ക്യാമ്പ് പൂർത്തിയാക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാകാനുള്ള കഴിവുണ്ടെന്ന്. However, my school, the New English School in Bandra, did not have the cricket facilities, and sir was keen for me to change school if I wanted to pursue cricket seriously. എന്നാൽ ഞാൻ പഠിച്ചിരുന്ന ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിക്കറ്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ക്രിക്കറ്റ് പഠനം തുടരണമെങ്കിൽ ഞാൻ സ്കൂൾ മാറണമെന്ന് സാറ് താല്പര്യം പ്രകടിപ്പിച്ചു. One evening, sir called my father and put forward his suggestion. ഒരു ദിവസം വൈകുന്നേരം സാർ അച്ഛനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അജിത്ത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് ദ ടൈം ആൻഡ് ദേ ബോത്ത് ആക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രിയോറിറ്റി. അച്ഛനോടൊപ്പം മുറിയിൽ അജിത്തും ഉണ്ടായിരുന്നു. എൻ്റെ മുഖ്യ താല്പര്യം ക്രിക്കറ്റ് ആകണമെങ്കിൽ സ്കൂൾ മാറുക എന്നത് അത്യാവശ്യമായിരിക്കും. സാറിൻ്റെ നിർദ്ദേശം രണ്ടുപേരും അംഗീകരിച്ചു. My father sat me down and explained that while he did not have any objection to my changing schools, I should do so only if I was really serious about playing cricket. അച്ഛൻ എന്നെ അരികിലിരുത്തിക്കൊണ്ട് വിശദീകരിച്ചു തന്നു. സ്കൂൾ മാറുന്നതിനോട് അച്ഛന് ഒരു എതിർപ്പും തന്നെയില്ല. എന്നാൽ ക്രിക്കറ്റ് കളി താൻ സീരിയസായി എടുക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. I assured him I was. And so it was agreed that I should move to Sharadasram Vidya Mandir where Ajrekar sir was the cricket coach. ഞാൻ അച്ഛന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അജ്രേക്കർ സാർ ക്രിക്കറ്റ് കോച്ചായി ജോലി ചെയ്യുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് ഞാൻ മാറണമെന്ന് തീരുമാനമായി. All my excess energies were getting channeled into cricket, which acted as a kind of safety valve. അങ്ങനെ എൻ്റെ എല്ലാ അധിക ഊർജവും ഞാൻ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവിടുകയും അതെനിക്കൊരു രക്ഷാകവടം, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസം, അതിനുള്ള ഒരു ഉപാധിയായി മാറുകയും ചെയ്തു. My father always said that all he wanted me to do was give it my best effort without worrying about the results. റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ കഠിനാധ്വാനം ചെയ്യണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നതെന്ന് അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. Okay, my dear students, that's all for today. See you in next class. Thank you.